ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ സർവശക്തൻ നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി 116 സങ്കീർത്തനം 3 വചനം വായിച്ച് കേൾപ്പിക്കുന്നു. Psalms 116 വേർഡ്സ് 3. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണല്ലോ 116 സങ്കീർത്തനം. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഇത് എന്ന് പൊതുവിൽ പറയപ്പെടുന്ന ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക നന്മകളെ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് അർപ്പിക്കുന്ന നന്ദിയുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതോ പ്രത്യേകമായ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നുപോയി അതിൻ്റെ മധ്യത്തിൽ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി. ആ വിടുതലിനാണ് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ 3 വാക്യത്തിൽ മരണത്തിൻ്റെ ഒരു സൂചന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മരണകരമായ രോഗമോ മരണത്തോട് അടുത്തിരിക്കുന്ന ഏതോ ഒരു അനുഭവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 3 വാക്യത്തിൽ പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം എന്ത് എന്ന് നമുക്കറിയില്ല. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മൂർധന്യ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായിരിക്കുന്ന വിടുതൽ ലഭിച്ചിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. ആ വാക്യം തന്നെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം വായിച്ചപ്പോൾ നമ്മെ സംബന്ധിച്ചും ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചിരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. എന്താ ഇത് നമ്മെ സംബന്ധിച്ചുള്ളതാണ് എന്ന് പറയുവാനായിട്ട് ഉണ്ടായ കാരണം? മരണപാശങ്ങൾ എന്നെ ചുറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ മരണത്തിൻ്റെ അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയവരായിരുന്നു. ആർക്കും ഒരു നാളും വിടുവിക്കുവാൻ കഴിയാത്ത വണ്ണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞാനും നിങ്ങളും. അതാണ് നമുക്ക് മരണപാശങ്ങൾ ചുറ്റി എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരാത്മീകമായിരിക്കുന്ന മരണം, ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞതാണ്. പാതാളത്തിൻ്റെ വേദനയിലേക്ക് ഞാനും നിങ്ങളും പോകേണ്ടി വരായിരുന്നു. ഒരിക്കൽ പോലും മടങ്ങി വരാതെ വണ്ണം നിത്യമായ നരകത്തിൽ പാപം സംബന്ധിച്ച് നിബന്ധിക്കേണ്ടി വരായിരുന്നു ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ അറ്റുപോയ മരണമെന്ന ആ അവസ്ഥയിലൂടെ നിത്യ നരകത്തിന് വിധിക്കപ്പെട്ട ആളുകളായിരുന്നു നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാതെ മരണത്തിൻ്റെ ആ വലിയ വേദനയിലൂടെയും പാതാളത്തിൻ്റെ ഏറ്റവും അതികാഠിന്യമുള്ള വേദനയിലൂടെയും കടന്നു പോകുന്ന ഒരവസ്ഥയിൽ ഞാനും നിങ്ങളും ആയിരുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദൈവിക വിടുതൽ ഓർത്ത് അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. 6 വാക്യം, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ഈ മരണത്തിൻ്റെ പാശങ്ങൾ ചുറ്റിയിരുന്നപ്പോൾ പാതാള വേദനകൾ പിടിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ കഷ്ടവും സങ്കടവും അനുഭവിച്ച ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണ്, യഹോവ എന്നെ രക്ഷിച്ചു. എപ്പോഴാണ് രക്ഷിച്ചത്? ഞാൻ എളിമപ്പെട്ടു, യഹോവ എന്നെ രക്ഷിച്ചു. ഞാൻ അതിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ കടന്നുപോയ മരണത്തിൻ്റെ കാഠിന്യമുള്ള വേദനയുടെ മധ്യത്തിൽ പാതാളത്തിൻ്റെ ആ വലിയ വേദന തന്നെ ഭരിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുക, ഞാൻ ഏറ്റവും എളിമപ്പെട്ടു, ദൈവസന്നിധി ഞാൻ ഏറ്റവും എളിമപ്പെട്ടപ്പോൾ യഹോവ എന്നോട് കരുണ ചെയ്ത് എന്നെ രക്ഷിപ്പാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ സങ്കീർത്തനക്കാരൻ അഭിമാനത്തോടെ അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. താൻ എളിമപ്പെട്ടു, ദൈവസന്നിധിയിൽ ഒരുപക്ഷെ കരഞ്ഞ് തൻ്റെ കുറവുകളെയും ലംഘനങ്ങളെയും ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞു, ദൈവം തന്നെ രക്ഷിപ്പാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ ഇതിൻ്റെ അതേ ചിത്രം നമുക്ക് നമ്മളിൽ കാണുവാൻ കഴിയും. ഞാൻ എന്തെങ്കിലും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, നിത്യ നരകത്തിലേക്ക് പോകേണ്ടിവരായിരുന്നു. ഈ സ്ഥാനത്ത് നിന്ന്
ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. യഹോവ ഞങ്ങളെ രക്ഷിച്ചു. പക്ഷേ യഹോവ നമ്മെ രക്ഷിച്ചത് നാം എളിമപ്പെട്ടത് കൊണ്ടായിരുന്നില്ല. നമ്മുടെ ഭാഗത്ത് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം അനുദപിക്കുന്നവരുമായിരുന്നില്ല. എന്നാൽ നമ്മെ അവിടുന്ന് മുന്നമേ കണ്ടതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ അപാരമായിരിക്കുന്ന സ്നേഹം മാത്രമല്ല, തൊട്ടുമുകളിൽ പറയുന്ന 5-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഈ നിലയിൽ ഉള്ളതുകൊണ്ട് മാത്രം അവിടുന്ന് നമ്മോട് കരുണ ചെയ്തു, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അവിടുന്ന് തന്റെ നീതി നിവർത്തിച്ചതുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ അവിടുന്ന് വിടുവിപ്പാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ നാം എളിമപ്പെട്ടത് കൊണ്ടല്ല, അവിടുന്ന് നമ്മോട് കരുണ കാണിച്ചത് കൊണ്ട്, നമ്മോട് അവിടത്തേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ വിടുവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാമും അതിരർപ്പണമായ സ്തോത്രയാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവേ നിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയുവാൻ കഴിയുന്നതിന്റെ കാരണം നമ്മുടെ യാതൊരു മെറിറ്റും കൊണ്ടുമല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അവിടുത്തെ മഹാദയയും കരുണയും നമ്മുടെ മേലുദിച്ചതുകൊണ്ട് നമ്മയും ആ അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിപ്പാൻ ഇടയായിട്ട് തീർന്നു. മരണത്തെ ഭയപ്പെട്ടിരുന്ന, നിത്യനരകത്തെ ഭയപ്പെട്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുക്തി തന്ന് നമ്മെ ജീവനിലേക്ക് കൊണ്ടുവന്ന സർവേശ്വരൻ ഇന്ന് പ്രഭാതത്തിൽ സകല മഹത്വവും അർപ്പിക്കാം. നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ സകല മഹത്വവും അർപ്പിച്ച് പുത്രനിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ ധന്യമേറി നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. പാടിടും ഞാനന്ത്യം വരെ പാവനനാമന്നേശുവിനായി, പാരിതിൽ പാർത്തിടും നാളുകളെല്ലാം പാടിപ്പുകഴ്ത്തിടും തന്നാമത്തെ. പാരിതിൽ പാർത്തിടും നാളുകളെല്ലാം പാടിപ്പുകഴ്ത്തിടും തന്നാമത്തെ. പാടിടും ഞാനന്ത്യം വരെ പാവനനാമന്നേശുവിനായി. ഉള്ളം കലങ്ങി ഞാൻ കരഞ്ഞിടുമ്പോൾ, ഉറ്റവരെന്നെ കൈവിടുമ്പോൾ, ഉണ്ടെനിക്കരികിലെന്നുത്തമ സ്നേഹിതൻ ഉന്നതനാം ദൈവം കൈവിടാതെ. ഉണ്ടെനിക്കരികിലെന്നുത്തമ സ്നേഹിതൻ ഉന്നതനാം ദൈവം കൈവിടാതെ. പാടിടും ഞാനന്ത്യം വരെ പാവനനാമന്നേശുവിനായി, പാരിതിൽ പാർത്തിടും നാളുകളെല്ലാം പാടിപ്പുകഴ്ത്തിടും തന്നാമത്തെ. പാരിതിൽ പാർത്തിടും നാളുകളെല്ലാം പാടിപ്പുകഴ്ത്തിടും തന്നാമത്തെ.